നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. ഇന്ന് നമ്മൾ എടുക്കുന്നത് 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ്, റിഡോക്സ് റിയാക്ഷൻസ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. എന്നെടുക്കുന്ന ടോപ്പിക് റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇത് 3ാമത്തെ വീഡിയോ ആണ്. ഓക്കെ, നമുക്ക് 4 ക്ലാസ് തുടങ്ങാം അല്ലേ. ആദ്യം റിഡോക്സ് റിയാക്ഷൻ. നിങ്ങൾക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കാണാം. H2 plus Cl2 gives 2HCl. നമ്മൾ നേരത്തെയൊക്കെ പഠിച്ച കാര്യം തന്നെ. ഈ ഇക്വേഷനിൽ നമ്മൾ നോക്കുക, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാകുന്ന ഒരു ഇക്വേഷനാണ്. ഇവിടെ ഒരു റിയാക്ടന്റ് സൈഡ്, ഇതാണ് റിയാക്ടന്റ് സൈഡ്, ഇത് പ്രൊഡക്റ്റ് സൈഡ്. ഇത് റിയാക്ടന്റ് സൈഡില് ആറ്റത്തിന്റെ, ഹൈഡ്രജൻ ആറ്റത്തിന്റെയൊക്കെ അയണിക് ഫോം എന്ന് പറയുന്നത് എന്താണ്? സീറോ ആണ്. ക്ലോറിൻ്റെതോ 0 ആണ് അല്ലേ, ന്യൂട്രലാണ് അവിടെ ഉണ്ടാകും. എന്നാൽ ആഫ്റ്റർ റിയാക്ഷൻസ് വാട്ട് വിൽ ഹാപ്പൻ? ദ ഹൈഡ്രജൻ വിൽ ലോസ് one of electron and form hydrogen ions. അതാണ് H+1 ആക്കി മാറുന്നത്. ഓക്കെ, and the case of this chlorine, the one electron is accepting from the hydrogen and make a chlorine ion like -1. ഇങ്ങനെ ഒരു -1 ആയിട്ട് മാറും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചു അല്ലേ. അതായത് H2 എന്ന റിയാക്ടന്റ് സൈഡിൽ നിന്ന് പ്രൊഡക്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഹൈഡ്രജന് എന്താണ്, അതിന്റെ അയണിക് ഫോം എന്താണ്, മാറുകയല്ലേ ചെയ്യുന്നത്? 0യിൽ നിന്ന് +1 മാറുന്നു. ക്ലോറിന്റെ കേസിൽ എന്താണ്, 0യിൽ നിന്ന് എന്തായാലും പറയുന്നു -1 മാറുന്നു. 0യിൽ നിന്ന് -1 മാറുന്നു അല്ലേ, അങ്ങനെയല്ല മാറുന്നു. 0യിൽ നിന്ന് -1 മാറുന്നു. ഈ രണ്ട് റിയാക്ഷനും അല്ലെ. അപ്പം ആദ്യത്തെ കേസിൽ ഉണ്ടാകുന്നത് ഓക്സിഡേഷൻ, അതായത് ഹൈഡ്രജന് 0യിൽ നിന്ന് +1 ആകുന്നത് ഓക്സിഡേഷൻ എന്നും, ക്ലോറിൻ 0യിൽ നിന്ന് -1 റെഡ്യൂസ് ചെയ്യുന്നത് അവിടെ എന്താണ്, റിഡക്ഷനുമാണ് അല്ലെ. ഈ ഒരു ഇക്വേഷനിൽ, കെമിക്കൽ ഇക്വേഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ സമയം വരുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരേ സമയം ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് വരികയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. എന്താണ് റിഡോക്സ് റിയാക്ഷൻസ്? എന്താണ് അതിന്റെ ഡെഫിനിഷൻസ് നോക്കാം. The process of oxidation and reduction take place simultaneously. Hence, these two reactions together are known as redox reaction. ഒരുമിച്ച് വരികയാണെങ്കിൽ, ഓക്സിഡേഷനും റിഡക്ഷനും ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരുമിച്ച് വരികയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന റിയാക്ഷനെ പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, റിഡോക്സ് റിയാക്ഷൻ ഒരു എക്സാമ്പിൾ ആണിത്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് നോക്കാം. ഓക്കെ, ഇനി അടുത്തത് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് രണ്ട് മൂന്ന് സിറ്റുവേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഔട്ട്ലൈൻ ആണ് പറയുന്നത്. 2-3 സിറ്റുവേഷൻ. ബേണിംഗ് ഓഫ് ഫയർവുഡ് ഇസ് എ കെമിക്കൽ റിയാക്ഷൻ. ഇത് ഒരു കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച്, അല്ലെ. അതേപോലെ തന്നെ ഇതൊരു കെമിക്കൽ റിയാക്ഷൻസ് ആണ്. കെമിക്കൽ ചേഞ്ചസ് നടക്കുന്നത് ഒരു റിയാക്ഷന്റെ രൂപത്തിൽ എഴുതുകയാണ് കെമിക്കൽ റിയാക്ഷൻസ് ആയി. ഫിസിക്കൽ ഇതാണെങ്കിൽ ഇതായിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബേണിംഗ് ഓഫ് ഫയർവുഡ് ഒരു എക്സാമ്പിൾ ആണ്. കത്തുന്നു അല്ലെ, തിരിച്ച് അതേപോലെ എന്തായിട്ട് മാറില്ല, ഫയർ ആകാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഇസ് എ കെമിക്കൽ ചേഞ്ച് ആണ്. അതുകൊണ്ട് ഇത് എന്താണ്, കെമിക്കൽ റിയാക്ഷൻ കൂടെ. റസ്റ്റിംഗ് ഓഫ് അയൺ, അയൺ എന്താണ്, റെസ്റ്റ് ആണ്. ഇറ്റ്സ് എ കെമിക്കൽ റിയാക്ഷൻസ്. ബേണിംഗ് ഓഫ് ക്രാക്കേഴ്സ്, അതായത് പടക്കം കത്തിക്കുക അല്ലെ. അപ്പൊ ഇങ്ങനത്തെ ഈ 3 സിറ്റുവേഷൻ ശ്രദ്ധിച്ചു. ഇത് ഒരേപോലെയാണോ നടക്കുന്നത്? വിറക് കത്തുന്നതാണോ? ഇതിലേതാണ് ഏറ്റവും വേഗത്തിൽ നടക്കുന്നത്? യെസ്, ബേണിംഗ് ഓഫ് ക്രാക്കേഴ്സ് അല്ലെ. അതായത് നമ്മുടെ പടകം പൊട്ടുന്നതാണ്. പടകത്തിന് തീ കൊടുക്കുമ്പോഴാണ് അത് ഏറ്റവും വേഗത്തിൽ നടക്കുന്നത്. സെക്കൻഡ് എന്താണ്? ഫയർ, ബേണിംഗ് ഓഫ് ഫയർവുഡ് രണ്ടാമത്. മൂന്നാമത് എന്താണ്? റെസ്റ്റിംഗ് ഓഫ് ഫയർ അല്ലെ. ഇങ്ങനെയല്ല നടക്കാം. നിങ്ങൾ ലൈഫിൽ നോക്കാം.
ആണ്. മൂന്നും വ്യത്യസ്തരാണ്. എല്ലാ കെമിക്കൽ റിയാക്ഷൻ ആണല്ലോ, പക്ഷെ നടക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണല്ലോ അല്ലെ. മൂന്നും വ്യത്യസ്ത രീതിയിലാണ് ഈ റിയാക്ഷൻസ് നടക്കുന്നത്. അപ്പൊ അതിന്റെ റേറ്റ്, അതിന്റെ സ്പീഡ് ഓരോന്നിന്റെയും വ്യത്യസ്തമായിട്ടാണ് നടക്കുന്നത് അല്ലെ. അത് പറയാണ്, the rate of chemical reactions is the speed at which a reaction takes place. ഒരു റിയാക്ഷൻ നടക്കുന്നതിന്റെ സ്പീഡിനെയാണ് അതിനെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ചിലത് സ്പീഡിൽ നടക്കും, ചിലത് വളരെ സ്ലോയില്. ഈ ഒരൊറ്റ കേസിൽ നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. ബേണിംഗ് ഓഫ് ഫയർവുഡ്, അതില് നിങ്ങൾക്ക് 3 കാര്യങ്ങൾ എടുക്കാം. ഒന്ന്, ഒരു നനഞ്ഞ, അതായത് പച്ച വിറകെടുത്തു. രണ്ടാമത്തത് നിങ്ങൾക്ക് എടുത്തിരിക്കുന്നത് സാധാരണ ഉണങ്ങിയ വിറകെടുത്തു. ഓക്കെ, മൂന്നാമത് നിങ്ങൾ ഒരു വിറകിന്റെ മുകളിൽ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചു. ഓക്കെ, ഈ 3 വിറകുകളാണ് എടുത്തിരിക്കുന്നത്. വിറക് കൊള്ളികൾ ഒരേ വണ്ണത്തിലുള്ള 3 വിറക് കൊള്ളികളാണ്, ഒരേ സൈസുള്ള, ഒരേ വണ്ണത്തിലുള്ള, ഒരേ മരത്തിന്റെ വിറക് കൊള്ളികളാണ് ഇരിക്കുന്നത്. ഒരേ സമയത്ത് നമ്മൾ തീ കൊടുക്കുമ്പോൾ ഏതാണ് വേഗത്തിൽ കത്തുന്നത്? യെസ്, മൂന്നാമതായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന കെറോസിൻ ഒഴിച്ചിരിക്കുന്ന വിറക് കൊള്ളി ഏറ്റവും വേഗത്തിൽ കത്തുന്നു അല്ലെ. എന്നാൽ അതിന് തൊട്ടു മുമ്പേ നമ്മൾ അത് കഴിഞ്ഞിട്ട് കത്തിത്തീരുന്നത് ഏതായിരിക്കും? സാധാരണ പച്ച വിറക് അല്ലെ. അതായത് സാധാരണ ഇരിക്കുന്ന പച്ച കളറല്ല കേട്ടോ, സാധാരണ വിറക്. എന്നാൽ ചിലത് എന്താണ്, മൂന്നാമത്തെ എന്തായിരുന്നു? നനഞ്ഞ വിറകല്ലേ, അതായത് നനഞ്ഞു കിടക്കുന്ന വിറകല്ലേ പറഞ്ഞത് അല്ലെ. അത് കത്താണെങ്കിൽ വളരെ കുറച്ചുകൂടി കത്താൻ പ്രയാസം കാണുന്നില്ലേ? ഇതും അവിടെ സ്പീഡിന് വ്യത്യാസം കാണുന്നില്ലേ? അപ്പൊ അതിന് ഏതൊക്കെ റേറ്റ്, അതിന് സ്പീഡിന് വ്യത്യാസം കാണും. ഇതാണ് നമ്മുടെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ കെമിക്കൽ റിയാക്ഷൻസ് ആണ് 3 നടക്കുന്നത്, 3 ഒരേപോലെ തന്നെ, പക്ഷെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിനനുസരിച്ച് അതിന്റെ എന്തുണ്ടാവും, കെമിക്കൽ റിയാക്ഷൻസിന് വ്യത്യാസം ഉണ്ടാവും. ഇതാണ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. സ്പീഡാണ്, സ്പീഡ്, കെമിക്കൽ റിയാക്ഷൻസിന്റെ സ്പീഡിനെ നമുക്ക് അതിന്റെ റേറ്റ് എന്ന് പറയും നമുക്ക്. ഓക്കെ, പിന്നെ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിന് പ്രധാനമായിട്ടും നമുക്ക് 5 ഫാക്ടേഴ്സ് ആണ് ഈ കെമിക്കൽ റിയാക്ഷൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒന്നാമത്, നാച്ചർ ഓഫ് റിയാക്ടൻസ് ആൻഡ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. അതായത് റിയാക്ഷൻസിന്റെ നേച്ചർ ഓഫ് റിയാക്ടൻസ്. നമുക്കറിയാം, റിയാക്ടൻസും പ്രൊഡക്റ്റും. റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ ഒരു കെമിക്കൽ റിയാക്ഷൻസിന് വേണ്ട സാധനങ്ങൾ. ഓക്കെ, പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ അവസാനം കിട്ടുന്നത്. സോ റിയാക്ടൻസിന്, ആ റിയാക്ടൻസിന്റെ ഏതാണ്, സോറി, ഒരു കെമിക്കൽ റിയാക്ഷൻസിന്റെ റിയാക്ടൻസിന്റെ നേച്ചർ ഒരു കെമിക്കൽ റിയാക്ഷൻസിന്റെ റേറ്റിനെ സ്വാധീനിക്കുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തത്, കോൺസെൻട്രേഷൻ ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. ഒരു വസ്തുക്കളുടെ കോൺസെൻട്രേഷൻ എന്താണെന്ന് നോക്കാം. ആ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിനെ സ്വാധീനിക്കുന്ന ഫാക്ടറാണ്. മൂന്നാമത്, സർഫസ് ഏരിയ ഓഫ് സോളിഡ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. വസ്തുക്കളുടെ സർഫസ് ഏരിയ, ഓക്കെ, പ്രതല വിസ്തീർണം എന്താണ്, അത് ഒരു ഫാക്ടറാണ് എന്ത്, നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസിന്റെ റേറ്റിനെ. നാലാമതായത് ടെമ്പറേച്ചർ ആൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻസ്. ടെമ്പറേച്ചറും എന്താണ് ഒരു ഫാക്ടറാണ്, എന്താ നമ്മുടെ ഒരു കെമിക്കൽ റിയാക്ഷൻസിന്റെ സ്വാധീനിക്കുന്ന ഫാക്ടറാണ്. കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്, കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ രാസപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകളെയാണ് കാറ്റലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഈ കാറ്റലിസ്റ്റുകളും എന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷൻസിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ഇതാണ് സ്വാധീനിക്കുന്ന ഫാക്ടറാണ്. കാറ്റലിസ്റ്റുകൾ ഇൻക്രീസ് ചെയ്യിക്കാനുണ്ട് എന്നതും ഉണ്ട്, എന്താണ് ഡിക്രീസ് ചെയ്യിക്കുന്ന വിധത്തിലുള്ള കാറ്റലിസ്റ്റുകളും ഉണ്ട്. നമുക്കതിലൂടെ പഠിക്കാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നാച്ചർ ഓഫ് കെമിക്കൽ റിയാക്ഷൻസിന്റെ അടുത്ത ഫാക്ടറിലേക്ക് പോവാണ്.
nature of reactants and rate of chemical reactions. അതാണ് എടുക്കാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ, ആർ ദ റേറ്റ് ഓഫ് റിയാക്ഷൻസ് ഓഫ് സിങ്ക് ആൻഡ് മാഗ്നീഷ്യം വിത്ത് ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ദ സെയിം? അത് പറയുന്നത്രേ ഉള്ളൂ. നമുക്ക് ആദ്യമായിട്ട് രണ്ട് ടെസ്റ്റ് ട്യൂബ് എടുക്കാം. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബില് രണ്ട് ടെസ്റ്റ് ട്യൂബിലും നമ്മൾ എന്ത് ചെയ്യാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിക്കുകയാണ്. ഇതാണ് തുല്യ അളവുള്ള തുല്യ കോൺസെൻട്രേഷനുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുന്നു. എന്താണ് ഒന്നുകൂടി പറയാണ്? രണ്ട് ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു, രണ്ടിലും തുല്യ അളവില് തുല്യ കോൺസെൻട്രേഷനുള്ള ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുന്നു. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിനെ ടെസ്റ്റ് ട്യൂബ് 1 എന്നും സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിനെ ടെസ്റ്റ് ട്യൂബ് 2 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഒരേ മാസുള്ള സിങ്കും മാഗ്നീഷ്യവും എടുക്കുന്നു. ഒരേ മാസുള്ള സിങ്കും മാഗ്നീഷ്യവും എടുക്കുന്നു. എന്നിട്ട് ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് സിങ്കും രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് മാഗ്നീഷ്യവും ഒരേ സമയം ഇടുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ് വേഗത്തിൽ റിയാക്ഷൻസ് നടക്കുന്നത്? ഏത് ടെസ്റ്റ് ട്യൂബിലാണ് വേഗത്തിൽ റിയാക്ഷൻസ് നടക്കുന്നത്? ടെസ്റ്റ് ട്യൂബ് 1 ഇട്ടിരിക്കുന്നത് സിങ്ക് ആണ്, ടെസ്റ്റ് ട്യൂബ് 2 ഇട്ടിരിക്കുന്നത് മാഗ്നീഷ്യം ആണ്. നമുക്ക് അതിന്റെ കെമിക്കൽ ഇക്വേഷൻസ് ഒന്ന് നോക്കാം. സിങ്ക് എന്ന് പറയുന്നത് Zn, ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl gives zinc chloride plus H2. മാഗ്നീഷ്യം എന്ന് പറഞ്ഞ റിയാക്ഷൻസ് ടെസ്റ്റ് ട്യൂബ് 2 കെമിക്കൽ റിയാക്ഷൻസ് എങ്ങനെയാന്ന് നോക്കാം. മാഗ്നീഷ്യം Mg plus HCl gives MgCl2 plus H2. ബാലൻസ് ചെയ്യുമ്പോൾ 2HCl ആവും. ഓക്കെ, നമ്മൾ ബാലൻസിംഗ് കഴിഞ്ഞ് ഇതിൽ പഠിച്ചതാണ്. അങ്ങനെ ഈ റിയാക്ഷൻസിൽ നോക്കുമ്പോൾ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിലൂടെ രണ്ട് ടെസ്റ്റ് ട്യൂബിൽ നിന്നും കുറച്ച് ബബിൾസ് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് കാണാം. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് 1 ടെസ്റ്റ് ട്യൂബ് 2 എന്തുണ്ടാവും? ഈ ബബിൾസ് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാം. ഏതിനാണ് കൂടുതലായിട്ട് ബബിൾസ് പുറത്തേക്ക് പോകുന്നത്? യെസ്, ടെസ്റ്റ് ട്യൂബ് 2 ഈ ബബിൾസ് കൂടുതലായിട്ടും പുറത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നത്. ഈ ബബിൾസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഈ ഹൈഡ്രജൻ ഗ്യാസ് കൊണ്ടാണ് നമുക്ക് ആ ബബിൾസ് ഉണ്ടാകാൻ കാരണം. അതിനർത്ഥം മാഗ്നീഷ്യം കൂടുതൽ ബബിൾസ് ഉണ്ടായിരിക്കുന്നത് മാഗ്നീഷ്യത്തിന്റെ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിലാണ്. അതിനർത്ഥം ഈ പറഞ്ഞിരിക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിന്റെ റേറ്റ് ഏറ്റവും കൂടുതലുള്ളത് മാഗ്നീഷ്യത്തിന്റെ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് നടക്കുന്ന ആ റിയാക്ടിംഗ് ടെസ്റ്റ് ട്യൂബിലാണ്, അതായത് ടെസ്റ്റ് ട്യൂബ് 2. ഇപ്പൊ മനസ്സിലായല്ലോ, സിങ്കും മാഗ്നീഷ്യവും ഒരേ മാസമാണ് ഇട്ടിരിക്കുന്നത്, ഒരേ കോൺസെൻട്രേഷനുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡാണ്, ഒരേ അളവുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്കാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ റിയാക്ഷൻസ് കൂടുതലായിട്ട് നടക്കുന്നത് മാഗ്നീഷ്യത്തിന്റെയാണ്. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? നേച്ചർ ഓഫ് റിയാക്ടൻസ് തന്നിരിക്കുന്ന ഇതിൽ നിന്ന് ഏത് നേച്ചർ സിങ്കും ഉണ്ട് മാഗ്നീഷ്യം ഉണ്ട് അല്ലെ? അപ്പൊ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നേച്ചർ നോക്കിയിട്ടാണ്, അവരുടെ നേച്ചർ അനുസരിച്ചിട്ടാണ്, ആ റിയാക്ടന്റെ നേച്ചർ അനുസരിച്ചാണ് അതിന്റെ കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് അതിന്റെ സ്പീഡ് റേറ്റ് കൂടുതലാണോ റേറ്റ് കുറവാണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഈ എക്സാമ്പിൾ തന്നിരിക്കുന്ന എക്സാമ്പിളില് മാഗ്നീഷ്യത്തിന്റെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് സിങ്കിന്റെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിനേക്കാൾ വളരെയധികം കൂടുതലായതിനെ കൊണ്ടാണ് അതിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് വളരെ വേഗത്തിൽ പുറത്തു വരുന്നത്. ഓക്കെ, എന്താ നേച്ചർ? ഇപ്പൊ അതിന് വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. എല്ലാ കുട്ടികളും ഒരുപോലെയാണ് എന്റെ കാഴ്ചപ്പാടിലെങ്കിലും നമ്മള് ക്ലാസ് റൂമിൽ തന്നെ പല വിധത്തിലുള്ള കുട്ടികളുണ്ടാവും. പഠിക്കുന്നതിൽ നല്ല വൈദ്യുതിയുള്ളവരുണ്ടാവും, ചിലപ്പം ചില ആളുകള് നല്ല രീതിയിൽ കളിക്കുന്നതിൽ നല്ല വൈദ്യുതി ഉണ്ടായിരിക്കണം, ചില ആളുകൾ നല്ല ചിത്രം വരയ്ക്കുന്നതിൽ പ്രാഗൽഭ്യമുണ്ടാകാം, അങ്ങനെ പലതും ഉണ്ടാവും. ഞാനൊരു വിഷയം എടുക്കുകയാണ്, കെമിസ്ട്രി പഠിക്കാവുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം. ആ ക്ലാസ് റൂമിൽ എല്ലാ കുട്ടികൾക്കും അവിടെ എടുക്കുന്ന ക്ലാസ് ടീച്ചർ ഒരേപോലെയായിരിക്കും ക്ലാസ് എടുക്കുന്നത്. പക്ഷെ അത് ക്യാച്ച് ചെയ്യുന്നത് എല്ലാവരും വ്യത്യസ്തമായിട്ടായിരിക്കുമല്ലോ. ഒരു എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലത്തുള്ള മാർക്കുകൾ തന്നെ കിട്ടിക്കോളുന്നില്ല.
എക്സാമിനേഷൻ മാത്രമല്ല അല്ലാത്ത രീതിയിലും നമുക്ക് കുട്ടികളെ അനലൈസ് ചെയ്യാൻ പറ്റുമല്ലോ. എങ്ങനെ നോക്കിയാലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നോക്കുമ്പോൾ അവരുടെ നിലവാരം വ്യത്യസ്തമായി കാണാം. അതിന് കാരണം എന്താണ്? ആ കുട്ടികളുടെ നേച്ചറാണ്. എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന ഒരേ ക്ലാസ് ആണ്, പക്ഷെ ആ കുട്ടികളുടെ നേച്ചർ അനുസരിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? അതേപോലെ തന്നെ ഇവിടെ റിയാക്ടൻസിന്റെ നേച്ചർ അനുസരിച്ചാണ് അതിന്റെ കെമിക്കൽ റിയാക്ഷൻസിന് വിലയിരുത്തുന്നത്. ഓക്കെ, അത് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് അതിന്റെ ഒരു ഡെഫിനിഷനിലേക്ക് നമ്മൾ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാണ്. ദ നേച്ചർ ഓഫ് റിയാക്ടൻസ് ഇൻ വൺ ഓഫ് ദി ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ നമ്മൾ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിനെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറാണെന്ത്? റേറ്റ് ഓഫ് നേച്ചർ ഓഫ് റിയാക്ടൻസ് എന്നത് ഈ എക്സ്പെരിമെന്റിലൂടെ പഠിച്ചല്ലോ. ഇനി നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തത് എന്തായിരുന്നു? റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിനെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഫാക്ടറാണ് കോൺസെൻട്രേഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. അതായത് കോൺസെൻട്രേഷൻ ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. ഇതിന് നമുക്ക് രണ്ട് ടെസ്റ്റ് ട്യൂബ് എടുക്കാം ഒരേ അളവിൽ. ടെസ്റ്റ് ട്യൂബ് 1, ടെസ്റ്റ് ട്യൂബ് 2. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിൽ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാം. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാം. എന്താണ് കോൺസെൻട്രേഷനും എന്താണ് ഡയലൂട്ടും? സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഒരു എക്സ്പെരിമെന്റിലൂടെ നിങ്ങൾ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് എടുത്തു. അതിന് നാരങ്ങ നീര് ഒഴിക്കുക. ആദ്യത്തെ ഗ്ലാസ്സിൽ വെറും നാരങ്ങ നീര് മാത്രം ഒഴിച്ച് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഗ്ലാസിന്റെ മുകളിൽ ഒരു മാർക്ക് ചെയ്ത് വെച്ചു. രണ്ട് ഗ്ലാസിന്റെ മുകളിലും മാർക്ക് ചെയ്ത് വെച്ചു. ഒരേ അളവില് മാർക്ക് ചെയ്ത് വെച്ചു. ഒരേ അളവിലുള്ള ഒരേ സൈസിലുള്ള ഗ്ലാസുകളാണ്. അതിന്റെ ഒരു ഭാഗത്ത് രണ്ടിന്റെയും തുല്യ ഇതില് അളവില് മാർക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് ആദ്യത്തെ ഗ്ലാസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? നാരങ്ങ നീര് മാത്രമായിട്ട് ഒഴിച്ച് ആ അളവിൽ എടുത്തെത്തിക്കണം. രണ്ടാമത്തതിൽ എന്ത് ചെയ്യാണ്? നാരങ്ങ നീര് കുറച്ചൊഴിച്ച് അതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ആ ലെവലിൽ എത്തിക്കുക. രണ്ടും ഒരേ ലെവലിലാണ്, ഒരേ സൈസുള്ള ഗ്ലാസ് ആണ് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിലേതിനാണ് കൂടുതൽ പുളി ഉണ്ടാകുക? അല്ലേ? അതായത് അതിന്റെ സ്ട്രോങ് ഏതിലേക്ക് കൂടുതൽ ഉണ്ടാകാം? ആദ്യത്തെ ഗ്ലാസ്സിൽ, അതായത് നാരങ്ങ നീര് മാത്രമായി ഒഴിക്കുന്ന ആ ഗ്ലാസ്സിലല്ലേ? അപ്പൊ അതിന്റെ സത്ത് കൂടുതലായിട്ടുള്ളത് ആ ഗ്ലാസ്സിലാണ്. അതിനെ നമ്മൾ അതിന്റെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്നും, രണ്ടാമത്തത് ആ വെള്ളം ഒഴിച്ചിരിക്കുന്ന സൊല്യൂഷനെ, ആ ലിക്വിഡിനെ ഡയലൂട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നു. അങ്ങനെയാണ് നമ്മൾ ഡയലൂട്ട് സൊല്യൂഷനും കോൺസെൻട്രേഷൻ സൊല്യൂഷനും ഉണ്ടാക്കുന്നത്. സിംപ്ലി നമുക്ക് പറയുകയാണെങ്കിൽ ഒരു സൊല്യൂഷനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ സ്ട്രോങ് കുറച്ചിട്ട് മാറ്റുന്ന പ്രോസസ്സിനെയാണ് ഡയലൂട്ട് ചെയ്യുക എന്ന് പറയാം. അങ്ങനെ കിട്ടുന്ന സൊല്യൂഷനെ ഡയലൂട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നു. ഇനി നമ്മൾ എക്സ്പെരിമെന്റിലേക്ക് കടക്കാം. രണ്ട് ടെസ്റ്റ് ട്യൂബ് എടുത്തു. തുല്യ അളവില് ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിലേക്ക് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും ഒഴിക്കുന്നു. ഇനി നമുക്ക് മാഗ്നീഷ്യം റിബൺ എടുക്കാം. അതുപോലെ മാഗ്നീഷ്യം റിബൺസ് ഒരേ തുല്യ അളവുള്ള മാഗ്നീഷ്യം റിബൺസ് എടുക്കാം. ഒരേ സൈസുള്ള മാഗ്നീഷ്യം റിബൺസ് എടുക്കാം. ഈ ടെസ്റ്റ് ട്യൂബിലേക്ക്, ടെസ്റ്റ് ട്യൂബ് 1ലേക്കും ടെസ്റ്റ് ട്യൂബ് 2ലേക്കും ഒരേ സമയം ഈ മാഗ്നീഷ്യം റിബൺസ് ഇടുന്നു. നമ്മൾ പറഞ്ഞു ടെസ്റ്റ് ട്യൂബില് എന്താണ്, ഒരേ അളവിലാണ് ഈ ലിക്വിഡ് ഒഴിച്ചിരിക്കുന്നത്. ഒരേ മാസുള്ള ഒരേ സൈസുള്ള മാഗ്നീഷ്യം റിബൺ ആണ് ഇടുന്നത്. ഒരേ സമയത്താണ് നമ്മൾ ഇടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും?
ഈ മഗ്നീഷ്യൻ റിബണ് രണ്ടും ഒരേപോലെ തന്നെ ആയിട്ടിരിക്കുന്നത്. പക്ഷേ ഈ മഗ്നീഷ്യൻ റിബൺസ് ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ കാണുന്ന മഗ്നീഷ്യൻ റിബണിൽ നിന്ന് കൂടുതലായിട്ട് ബബിൾസ് പുറത്തേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ആസ് കമ്പയറിംഗ് ടു ടെസ്റ്റ് ട്യൂബ് 2. ടെസ്റ്റ് ട്യൂബ് 2 വെച്ചിരിക്കുന്നത് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കാരണം? യെസ്, ഈ കോൺസെൻട്രേഷൻ അല്ലെ, ഏതിലാണ് കൂടുതലായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഹൈഡ്രജനും ക്ലോറിനുമിന്റെ ആറ്റം കൂടുതലായിട്ടിരിക്കുന്നത്? ഈ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അതുകൊണ്ടാണ് അതിൽ നിന്ന് ഹൈഡ്രജൻ അയോൺസ് ആയിട്ട് ബബിൾസ്, ഹൈഡ്രജൻ അയോൺസ് വയ്ക്കുന്ന ഈ ബബിൾസ്, കാരണം ഹൈഡ്രജൻ അയോൺസ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്, ഈ ഹൈഡ്രജൻ കൂടുതലായിട്ട് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് പഠിച്ചു കഴിഞ്ഞു ഒരു ലിക്വിഡിന്റെയും ഒരു വസ്തുവിന്റെ കോൺസെൻട്രേഷൻ എന്തിനെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്? നമ്മുടെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിനെ സ്വാധീനിക്കുന്ന ഫാക്ടറാണ്. ഇതിൽ നിന്ന് ഏറ്റവും വേഗത്തിൽ നടക്കുന്ന ഏറ്റവും വേഗത്തിൽ ഏത് കെമിക്കൽ റിയാക്ഷൻസ് ആണ് വേഗത്തിൽ നടക്കുന്നത്? യെസ്, റേറ്റ് കൂടുതലുള്ളത് കോൺസെൻട്രേഷൻ കൂടിയ ലിക്വിഡാണ് അല്ലെ. അതല്ലേ ഈ എക്സാമ്പിളിലൂടെ പഠിച്ചത്. ഇനി കൊളീഷൻ തിയറി എന്താ നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് തിയറി, റിയാക്ടന്റ് മോളിക്യൂൾസ് ഹാവ് ടു കൊളൈഡ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ ഫോർ കെമിക്കൽ റിയാക്ഷൻസ് ടു ഒക്കർ. അതായത് ഈ തിയറി പ്രകാരം റിയാക്ടന്റ് മോളിക്യൂൾസ് ഈ കേസിൽ റിയാക്ടന്റ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ക്ലോറിനും ഉണ്ടാവും, മഗ്നീഷ്യനും, ഇതൊക്കെയാണ് അതിന്റെ റിയാക്ടന്റ് മോളിക്യൂൾസ്. ഹാവ് ടു കൊളൈഡ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ ഫോർ കെമിക്കൽ റിയാക്ഷൻസ് ടു ഒക്കർ. ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും മഗ്നീഷ്യം ഒക്കെ കൂടി കൂട്ടിമുട്ടിയിട്ട് കൊളൈഡ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകുന്നത്. ഓൾ കൊളീഷൻസ് ബിറ്റ്വീൻ റിയാക്ടൻസ് മോളിക്യൂൾസ് നീഡ് നോട്ട് റിസൾട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. എല്ലാ കണ്ടീഷനിലും ഇതേപോലെ എന്താണ് ഈ മോളിക്യൂൾസുകൾ, റിയാക്ടന്റിലായിട്ടുള്ള മോളിക്യൂൾസുകൾ കൂടിച്ചേർന്നിട്ട് എന്തുണ്ടാകുന്നില്ല, മോളിക്യൂൾസിലെ ഈ ആറ്റങ്ങളൊക്കെ കൂടിച്ചേർന്നിട്ട് എന്തുണ്ടാകില്ല, കെമിക്കൽ റിയാക്ഷൻസ് നടക്കില്ല. ഇവിടുത്തെ കേസിൽ ഉണ്ടാകാം, ചില കെമിക്കൽ റിയാക്ഷൻസ് അങ്ങനെ ഉണ്ടാകാറുണ്ട്. ഓൺലി വെൻ ദ റിയാക്ടൻസ് മോളിക്യൂൾസ് ഹാവ് എനർജി ഗ്രേറ്റർ ദാൻ സർട്ടൻ മിനിമം എനർജി. അതായത് എന്താണ് എപ്പോഴേ നടക്കുകയുള്ളൂ, റിയാക്ടൻസിന്റെ മോളിക്യൂൾസിന്റെ എനർജി ഗ്രേറ്റർ ആയിരിക്കണം. തന്നിരിക്കുന്ന ഹൈഡ്രജനും ക്ലോറിനും മഗ്നീഷ്യം ഒക്കെ ഉണ്ടെങ്കിലും ഇതിന് ഓരോന്നിന്റെയും എന്താണ് നമ്മുടെ എനർജി, അതിന്റെ എനർജി എന്തായിരിക്കണം, മോളിക്യൂൾസിന്റെ എനർജി എന്തായിരിക്കണം, കൂടുതലായിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ കൊളേഷൻ നടക്കുകയുള്ളൂ. They undergoes affective collisions which result in product formation. അതായത് they undergoes affective collision, അതായത് എഫക്റ്റീവ് ആയിട്ടുള്ള കൊളീഷൻസിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും, പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഈ കൊളീഷൻ അതായത് റിസൾട്ടന്റിന്റെ സാഹചര്യത്തിനനുസരിച്ചുള്ള കൂടിച്ചേരൽ, കൊളീഷന്റെ ഫലമായിട്ട് എന്തുണ്ടാവും, പ്രോഡക്റ്റ് ഫോം ചെയ്യും. പറഞ്ഞ തന്നെയാണ് ഒന്നുകൂടി പറയുന്നത്. An increase in the number of molecules and an increase in their energy will result in an increase in the number of effective collisions within a specified time. രണ്ടിനും നമ്മൾ ഈ എക്സ്പെരിമെന്റിൽ രണ്ടിനും ഒരേ സമയത്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ടൈം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരേ സമയത്താണ്. ഇതിൽ ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിലാണോ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിലാണോ കൂടുതലായിട്ട് മോളിക്യൂൾസ് ഉണ്ടാകുക? യെസ്, ടെസ്റ്റ് ട്യൂബ് 1ലാണ്. കാരണം ഹൈഡ്രജനും ക്ലോറിനും അടങ്ങിയിരിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് അതേ അളവിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ അതിലേക്ക് വെള്ളത്തിന്റെ അളവ് കൂടി കൂട്ടിയിട്ടാണ് നമുക്കുണ്ടെങ്കിലും അതായത് ഡയലൂട്ട് ഫോമിലാണ് നമുക്കിവിടെ കാണപ്പെടുന്നത് സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിലുണ്ടാകും. അപ്പം ഇതിന്റെ മോളിക്യൂൾസിന്റെ അളവുകൾ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടുത്തെ കൊളീഷനും ഇൻക്രീസ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിന്റെയും വേഗത്തിൽ കിട്ടുന്നു അല്ലെ. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് മോളിക്യൂൾസിന്റെ അളവ്, മോളിക്യൂൾസിന്റെ എന്താണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യാണ്. ഇതിൽ ടെസ്റ്റ് ട്യൂബ് 1 മോളിക്യൂൾസ് ഇൻക്രീസ് ആസ് കമ്പയറിംഗ് ടു ദ ടെസ്റ്റ് ട്യൂബ് 2. അതുകൊണ്ട് അതിന്റെ റേറ്റ് അഥവാ കൊളീഷൻ ഏറ്റവും കൂടുതൽ നടക്കും ഇത് ടെസ്റ്റ് ട്യൂബ് 1. ഓക്കെ, അതൊരു ഫാക്ടർ ആണെന്നാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്.
ഇതൊരു തിയറി രൂപത്തിൽ പറയുന്നു. ഈ തിയറിയാണ് നമ്മൾ കൊളീഷൻ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, as the concentration of resultant increases, the number of molecules per unit volume and the number of effective collision increases. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്നുകൂടി ഇത് പറഞ്ഞു നോക്കും. കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, അതിലുണ്ടാകുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുന്നു പെർ വോളിയം. ഇത് രണ്ടും തുല്യ വോളിയത്തിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഓരോ വോളിയത്തിലെയും നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണം കൂടുതലായിരിക്കും ആസ് കമ്പയറിംഗ് ടു ദ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. അതുകൊണ്ട് അതിന്റെ കൊളീഷൻസും കൂടും ഡിപെൻഡിങ് അപ്പോൺ ദി കൊളീഷൻ തിയറി. ഈ കൊളീഷൻ തിയറി പ്രകാരം നമുക്ക് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാണ്. കോൺസിക്വന്റ്ലി ദ റേറ്റ് ഓഫ് റിയാക്ഷൻസ് ഇൻക്രീസസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, അവിടുത്തെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലെ റേറ്റ് എന്ത് ചെയ്യുന്നു, റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ എടുത്തത് ഒന്ന് റിഡോക്സ് റിയാക്ഷൻസ് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്. അതിനുശേഷം നമ്മൾ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് പഠിച്ചു. ഇന്ന് നമ്മൾ രണ്ട് കെമിക്കൽ റിയാക്ഷൻസിന്റെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിനെ സ്വാധീനിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് പഠിച്ചത്. ഫസ്റ്റ് നേച്ചർ ഓഫ് റിയാക്ടൻസും രണ്ടാമത്തത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസും. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്ര കാര്യങ്ങളെ എടുക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ സ്വാധീനിക്കുന്ന 3 ഫാക്ടേഴ്സും കൂടി ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.